ശൈശവ വിവാഹങ്ങൾ ഇസ്ലാം വരുന്നതിന് മുമ്പ് അറേബ്യയിൽ പതിവായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ വിവാഹം നടത്തും, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ സെക്ഷൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് എല്ലായിടത്തെയും പതിവ്. ഇന്ത്യയിലെ ശൈശവ വിവാഹങ്ങൾ അറിയുന്നതല്ലേ? ബീഹാർ, UP, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങിന് ഗൗണ എന്നാണ് പറയുന്നത്. മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ അഡൽട്ടായി എന്ന് തീരുമാനിക്കുന്നത് പ്രായപൂർത്തിയായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ 18 വയസ്സല്ല. കുട്ടികൾ തീരുമാനിക്കുമ്പോൾ കാരണവന്മാർ കുട്ടികളെ മറ്റുള്ള പൊളിറ്റിക്കൽ അലയൻസിലുള്ള ഗോത്രവുമായി എൻഗേജ്മെൻറ്റ് നടത്തി വെക്കാറുണ്ട്. എത്രയോ സിനിമകളിൽ നായകനും നായികനും തമ്മിലുള്ള ക്ലീഷേ ക്ലൈമാക്സ് ഇതിൻ്റെ പേരിലാണ്. വെർജിനിറ്റി കാത്തുസൂക്ഷിച്ച് കുടുംബത്തിൻ്റെ അന്തസ്സിന് കളങ്കം വരുത്താതിരിക്കാനും കൂടിയാണ് ശൈശവ വിവാഹങ്ങൾ. എന്നതുപോലെ ആയിഷയും മക്കയിലെ ഒരു ഗോത്രപ്രമുഖനായ മുത്തയ്യം ഇബ്നു ആദിയുടെ മകനായ ജുബൈർ ഇബ്നു മുത്തയ്യമുമായി ഇസ്ലാം വരുന്നതിന് മുമ്പ് എൻഗേജ്മെൻറ്റ് നടന്നിരുന്നു. എന്നാൽ ആയിഷയുടെ വാപ്പ അബൂബക്കർ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം തൻ്റെ മകനും മതം മാറിയാലോ എന്ന് പേടിച്ച് മുത്തയ്യം ഫാമിലി ഈ എൻഗേജ്മെൻറ്റ് റദ്ദ് ചെയ്യുന്നു. ഇസ്ലാം വരുന്നത് 610, പ്രവാചകനുമായുള്ള വിവാഹം 620, സെക്ഷൽ ലൈഫ് 622. എങ്ങനെയൊക്കെ തലകുത്തി നിന്ന് കണക്കൂട്ടിയാലും 6 വയസ്സോ 9 വയസ്സോ എന്നത് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെ വെറും മായയാണ്. അപ്പോൾ എത്ര പ്രായം കാണുമെന്ന് നിങ്ങൾ കണക്കൂട്ടിക്കോളൂ. ഫോൺ ഫീഡ് ചെയ്താൽ ഇതിന് വർക്കൊന്നും കാണില്ല. ഇനി നിങ്ങൾക്കും സംശയം മാറുന്നില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി പരിശോധിക്കാം. അറിവ് നേടുന്നതിന് ഇസ്ലാം ഒട്ടും എതിരല്ല. പഠിച്ച പാഠങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓർക്കുക, ഏത്തിസ്റ്റുകൾ നുണയന്മാരാണ്.